ജനകീയ സംരംഭമായി നീതി മെഡിക്കൽ ലാബിന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. ശ്രീ മാധവേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അവരുടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. AK ഹരിദാസ്, അബ്ദുൽ ജലീൽ ആർ. നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് തുടങ്ങാൻ പറ്റാതെയായിരുന്നില്ല. പക്ഷെ നമ്മൾ ഓരോന്നും തുടങ്ങി അതിന്റെ ഘട്ടം ഘട്ടമായി ഇപ്പൊ പുരോഗതി വിലയിരുത്തിയിട്ടാവാം എന്നുള്ളതുകൊണ്ടായിരുന്നു. കാർഷിക മേഖല തൊട്ട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള നിരവധിയായ വ്യത്യസ്തമായ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ചെറുനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ നാടിൻ്റെ ഒരു മനുഷ്യമുഖമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാടിലെ ഏത് സാധാരണക്കാരനും കടന്നു വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കാനായിട്ട് ചെറുനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാഭം ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ വേണ്ടി അതിന് വേണ്ടി വരുമ്പോൾ ആ ലോൺ കൃത്യരീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. മറ്റുള്ള ബാങ്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മൊത്തം പണത്തിന്റെ സോഴ്സ് കാണിക്കാതെ സഹകരണ മേഖലയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതായിരുന്നു. പക്ഷേ ചില കള്ളനാണയങ്ങൾ തെറ്റായ കരിവല്ലൂർ പോലെയുള്ള കള്ളനാണയം ഇത്തരം മേഖലയിൽ നടത്തിയ വലിയ ഇടപെടലുകൾ തെറ്റായ ഇടപെടലിന്റെ ഭാഗമായി നമ്മുടെ അത്തരം സൗകര്യങ്ങൾ ഒരുപക്ഷെ ഭരണകൂടം ചെറുനല്ലൂർ സർവീസ് സഹകരണ സംഘം ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ സംഘം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കേച്ചേരി ബാങ്കുമായി അഫിലിയേറ്റ് ചെയ്യാൻ വളരെ തീരുമാനം എടുത്തുള്ള ഒരു സംഘമാണ്. അതിന്റെ ആഹ്ലാദവും സന്തോഷവും മനസ്സിലാകുന്നതാണ്. അത് ഉന്നതിയിലേക്ക് വരട്ടെ. പല പൂർവികരെയും സ്മരിച്ചുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രയത്നങ്ങൾ ഇന്നും നമ്മളത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഞാനും പങ്കാളിയാവുന്നത്. ഇത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ഇവിടുത്തെ ഉപകാരപ്രദമായി നടത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന സഹായ സുഹൃത്തുക്കളെ, ബാങ്കിന്റെ ബോർഡ് മെമ്പർമാര്, അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ, മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ, ലാബിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ബാങ്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പാദ്യത്തിന് ഗ്യാരണ്ടി ഉണ്ട് എന്ന് കൊടുക്കാനായിട്ട് ചെറുനല്ലൂർ ബാങ്കിന് കഴിയുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ ജനവിശ്വാസ്യത ആർജിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് സാമൂഹികപരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ബാങ്കിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് ബാങ്കിന്റെ ഭരണസമിതി ആർജിച്ചെടുത്ത ഒരു വലിയ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസവും ധൈര്യവുമാണ് ഈ ബാങ്കിന്റെ നിലനിൽപ്പ്. അത് തുടർന്നു കൊണ്ടുപോകാനായിട്ട് ബാങ്കിന്റെ ഭരണസമിതി കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് മാധവേട്ടൻ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരിക്കുമ്പോൾ തന്നെ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിട്ടൊക്കെയുള്ള ഒരു വലിയ പരിചയവും അടുപ്പവും ഒക്കെയാണ് CBI ആയിട്ടുള്ളത്. അപ്പോൾ അവര് വരാനായിട്ട് പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഒരു വലിയ സാമ്പത്തിക സ്ഥാപനത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞത്, നിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം എപ്പോഴും ഒരു വലിയ ഇടപെടലുകൾ ബാങ്ക് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമാണ് എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾക്ക് ആദരവുകൾ കൊടുക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലുള്ള വളർച്ചയാണ് നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ വളർച്ച എന്നുള്ളത്. അപ്പോൾ അവരെ ആദരിക്കുക, അവർക്ക് പ്രോത്സാഹനം. SBI ലൈഫ്
നമുക്കായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി.